ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ്സ് ആയ ത്രോ ആൻഡ് ത്രോസിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു എന്താണ് എക്സെപ്ഷൻ, ദെൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ്സ്, ദെൻ കോമൺ സിനാരിയോസ്, ദെൻ നമ്മൾ ഓൾറെഡി 5 കീവേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3 കീവേഡ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ട്രൈ, ക്യാച്ച് ആൻഡ് ഫൈനലി. ഫൈനലിനകത്ത് 3 കേസസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ത്രോയും ത്രോസും എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ് കമ്പയർ ടു അതർ ജാവ എക്സെപ്ഷൻ കീവേഡ്സ്. നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ജാവ ത്രോ കീവേഡാണ്. അപ്പം ജാവ ത്രോ കീവേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ത്രോ ആൻഡ് എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനെ എക്സ്പ്ലിസിറ്റ്ലി ത്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്സെപ്ഷനാണ് ജാവ എക്സെപ്ഷൻ. അതായത് നമുക്കൊരു മാനുവലി ഒരു എക്സെപ്ഷൻ ട്രിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ്. നമുക്കൊരു കുറച്ച് എന്തെങ്കിലും റൂൾസും എല്ലാം എൻഫോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാനൊരു പുതിയൊരു എക്സെപ്ഷൻ ഞാനായിട്ടൊന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡാണ് ത്രോ എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് ചെക്ക്ഡ് അല്ലെങ്കിൽ അൺചെക്ക്ഡ് എക്സെപ്ഷൻസ് യൂസ് ചെയ്യാം ബൈ ത്രോ കീവേഡ്. സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ത്രോ ദെൻ ഏത് എക്സെപ്ഷൻ ആണെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കേ. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ചെക്ക് ഏജ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. ഞാനിവിടെ വോയിഡ് മെയിൻ്റെ അകത്ത് ആ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നു. അപ്പോൾ 15 അവിടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ 15 പാസ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ ഏജിൻ്റെ സ്ഥാനത്ത് 15 വരും. സോ 15 ലെസ് ദാൻ 18 നോക്കും. 15 ലെസ് ദാൻ 18 നോക്കുമ്പോൾ കണ്ടീഷൻ ഇസ് കറക്റ്റ്. കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഞാനിവിടെ എന്ത് എക്സെപ്ഷനാണ് ത്രോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഡെഫിനറ്റ്ലി അർത്ഥമെറ്റിക് എക്സെപ്ഷൻ. അപ്പോൾ അർത്ഥമെറ്റിക് എക്സെപ്ഷൻ ഇവിടെ ഓൾറെഡി ത്രോ ചെയ്തു. കാരണം എന്താണ്? ഇവിടെ അർത്ഥമെറ്റിക് എക്സെപ്ഷൻ ഓൾറെഡി ഞാൻ ത്രോ ചെയ്തു. കാരണം ഇങ്ങനെ ഇതിലൊരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഞാൻ ഒരു നേരത്തെ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാനത് മാനുവലി അങ്ങ് ട്രിഗർ ചെയ്തു. സോ ഈ ഒരു കണ്ടീഷൻ തെറ്റാണ് അല്ലേ? 15 ലെസ് ദാൻ 18, സോറി, ആ കണ്ടീഷൻ ശരിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു അർത്ഥമെറ്റിക് എക്സെപ്ഷൻ ത്രോ ചെയ്തും അങ്ങനെ നമുക്ക് ഈ ഒരു കസ്റ്റം മെസ്സേജ് അവിടെ പ്രിൻ്റ് ആകും. ഓക്കെ, ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് റോങ്, ഈ കണ്ടീഷൻ റോങ് ആണെങ്കിൽ ആക്സസ് ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും ഒരു റൂൾ എൻഫോഴ്സ് ചെയ്യുകയാണ്, അതായത് ഏജ് റെസ്ട്രിക്ഷൻ റൂൾ എൻഫോഴ്സ് ചെയ്യാണ്. അങ്ങനെ എനിക്ക് പുതിയതായിട്ട് എനിക്കായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് യൂസറിന് എന്ത് ചെയ്യാം? ക്യാൻ ത്രോ എനി എക്സെപ്ഷൻ. ഇവിടെ അർത്ഥമെറ്റിക് എക്സെപ്ഷൻ ആണെന്നേ ഉള്ളൂ. ഇനി പക്ഷേ ഈ ഒരു എക്സെപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്തു, പക്ഷെ ഞാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വേറെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കീവേഡ്സ് ഒന്നുമില്ല. ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ട്രൈയും ക്യാച്ചും വേണം. ആ കീവേഡ്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നോ? ഓർ ഫൈനലി ഞാൻ യൂസ് ചെയ്തോ? ഇല്ല. സോ അതുകൊണ്ട് ഇത് വെച്ചിട്ട് അങ്ങ് അബ്രപ്റ്റ്ലി എന്ത് ചെയ്യും? ഈ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അത് സ്റ്റോപ്പ് ചെയ്യും. സോ ഫൈനലി അവർ ഔട്ട്പുട്ട് വിൽ ബി ലൈക്ക് ദിസ് എന്നായിരിക്കും. കാരണം കണ്ടീഷൻ ശരിയായതുകൊണ്ട് ഏത് എക്സെപ്ഷനാണ് ഇവിടെ ത്രോ ചെയ്തതെന്ന് കാണിക്കും. അതിവിടെ അർത്ഥമെറ്റിക് എക്സെപ്ഷൻ അല്ലേ. പിന്നെ ഒരു കസ്റ്റം മെസ്സേജ് അവിടെ പ്രിൻറ്റും ചെയ്യും അല്ലേ? ആക്സസ് ഡിനൈഡ്, യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 18 years old. അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റം മെസ്സേജ് അതേപോലെ പ്രിൻറ്റ് ചെയ്യും. ബാക്കിയുള്ള ഒന്നും പിന്നെ എക്സെപ്ഷനാണ് വരുന്നത്. നമുക്ക് ഔട്ട്പുട്ട് ഇപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ എററൊന്നും ഇല്ലെങ്കിൽ യു മസ്റ്റ് ബി മൈ ക്ലാസ് ഡോട്ട് ചെക്ക് അങ്ങനെയൊന്നും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ വരത്തില്ല. മനസ്സിലായോ? അപ്പോൾ ഈ നോർമൽ എക്സിക്യൂഷൻ ഇത് ഡിസറപ്റ്റ് ചെയ്തു. കാരണം ഇവിടെ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇല്ല ഫോർ ഹാൻഡ്ലിംഗ് ദാറ്റ് പർട്ടിക്കുലർ എക്സെപ്ഷൻ. സോ ദിസ് ഇസ് ത്രോ കീവേഡ്. നമ്മൾ മാനുവലി എന്ത് ചെയ്യും? ട്രിഗർ ചെയ്യും. വി ക്യാൻ എക്സ്പ്ലിസിറ്റ്ലി യൂസ് ദിസ് ത്രോ കീവേഡ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. ഓക്കെ, അപ്പം ഇതാണ് ത്രോ എന്ന് പറയുന്നത്. ഇനി ത്രോസ് കീവേഡ് എന്തിനാണ്? ത്രോസ് കീവേഡ് എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് ത്രോസ് കീവേഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഗീവ്സ് ആൻ ഇൻഫോർമേഷൻ ടു ദ പ്രോഗ്രാമർ ദാറ്റ് ദേ മേ ഒക്കർ ആൻ എക്സെപ്ഷൻ. സോ ഇറ്റ് ഈസ് ബെറ്റ്. കാരണം ഒരു പ്രോഗ്രാമറിന് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. കാരണം ദർ മേ ഒക്കർ ആൻ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാം. അതുകൊണ്ട് പ്രോഗ്രാമറിൻ്റെ അടുത്ത് എന്താ പറയുന്നത്? എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കോഡ് പ്രൊവൈഡ് ചെയ്യൂ. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഫ്ലോയിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ ത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ന എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോഗ്രാമറിൻ്റെ അടുത്ത് പറയും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കോഡും കൂടെ പ്രൊവൈഡ് ചെയ്യൂ, അങ്ങനെ നോർമൽ ഫ്ലോ ഓഫ് ദ പ്രോഗ്രാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയും. ഓക്കെ, സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മെത്തേഡിന് ഒന്നിൽ കൂടുതലോ എക്സെപ്ഷൻസ് ത്രോ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മുടെ ആ പ്രോഗ്രാമറിന് ഒരു സിഗ്നലായിട്ട് പ്രൊവൈഡ് ചെയ്യും. കാരണം ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യണം, അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, പ്രൊസീഡ് ചെയ്തോളാം പറയും. ഓക്കെ, അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, ദെൻ മെത്തേഡ് നെയിം, ദെൻ ത്രോസ്, റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ദെൻ ത്രോസ്, എക്സെപ്ഷൻ ക്ലാസ് നെയിം. ഇവിടെ നോർമലി ഒരു മെത്തേഡിനാണ് നമ്മളിത് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെത്തേഡിൻ്റെ റിട്ടേൺ ടൈപ്പ്, മെത്തേഡിൻ്റെ പേര്, ദെൻ ത്രോസ്, ദെൻ ഏത് എക്സെപ്ഷൻ ആണെന്നുള്ള പറയും. അതിൻ്റെ അകത്ത് ആ മെത്തേഡിൻ്റെ കോഡ്. ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ത്രോസ്, ദെൻ എക്സെപ്ഷൻ ക്ലാസ് നെയിം വിത്തിൻ ബ്രേസസ് ആ മെത്തേഡിൻ്റെ കോഡ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ എക്സെപ്ഷൻസ് കൊടുക്കാം. അത് ഡിപ്പെൻഡ് ചെയ്ത് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആണ്. ഓക്കെ, ഇവിടെ ഈ എക്സാമ്പിൾ ഞാൻ ഒരു എക്സെപ്ഷനെ കൊടുത്തിട്ടുള്ളൂ, ദാറ്റ് ഈസ് IO എക്സെപ്ഷൻ. ഇവിടെ ക്ലാസ് എമ്മിൻ്റെ അകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡിൻ്റെ പേരെന്താണ്? ആ മെത്തേഡിൻ്റെ പേര് മെത്തേഡ് തന്നെയാണ് ആ മെത്തേഡിൻ്റെ പേര്. ആ മെത്തേഡ് ഇറ്റ് ത്രോസ് IO എക്സെപ്ഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ആക്റ്റീവ്ലി ത്രോസ് ആൻ IO എക്സെപ്ഷൻ. ഒരു IO എക്സെപ്ഷൻ എന്ത് ചെയ്യും? ത്രോ ചെയ്യും. അതായത് അങ്ങനെ ഡിവൈസ് എന്തെങ്കിലും എറർ വന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ ടൈപ്പ് എക്സെപ്ഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ടൈപ്പുള്ള എക്സെപ്ഷൻ നമ്മൾ ത്രോസിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മളവിടെ വിലയിരുത്തുവാണ്. മനസ്സിലായോ? അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കത് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി കാണും. സോ ഞാനിവിടെ എന്ത് ചെയ്തു? IO എക്സെപ്ഷൻ ത്രോ ചെയ്തു. എന്നിട്ട് ഞാൻ കൊടുത്തു ത്രോ ന്യൂ IO എക്സെപ്ഷൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു IO എക്സെപ്ഷൻ ഇവിടെ ത്രോ ചെയ്യുമെന്ന് ഞാൻ എക്സ്പ്ലിസിറ്റ്ലി കൊടുക്കുകയും ചെയ്തു. ഞാനവിടെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ത്രോ കീവേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എക്സ്പ്ലിസിറ്റ്ലി ത്രോ ചെയ്തു. ക്ലിയർ? ഞാനിവിടെ എന്ത് ചെയ്തു? ത്രോസ് വെച്ചിട്ട് IO എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ത്രോ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് ആ IO എക്സെപ്ഷനെ ഞാൻ എന്ത് ചെയ്തു? എക്സ്പ്ലിസിറ്റ്ലി ത്രോ ചെയ്തു. അതാണ് ഇവിടെ നടന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മെത്തേഡ് ഡിസ് ഡിക്ലെയർഡ് വിത്ത് ത്രോസ് IO എക്സെപ്ഷൻ ആണ്. മീനിങ് അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് വിൽ ത്രോ ആൻ IO എക്സെപ്ഷൻ. ഇനി ഇൻസൈഡ് മെത്തേഡിൻ്റെ അകത്ത് എന്താണ്? ത്രോ ന്യൂ IO എക്സെപ്ഷൻ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രിഗേഴ്സ് ദ എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ എന്ത് ചെയ്യും? ട്രിഗർ ചെയ്യും. ക്ലിയർ? ഇനി നമ്മൾ ടെസ്റ്റ് ത്രോസ് 4 എന്ന് പറഞ്ഞൊരു ക്ലാസ് യൂസ് ചെയ്തു. അതിൻ്റെ അകത്ത് നോക്കിക്കേ, അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? IO എക്സെപ്ഷൻ ത്രോ ചെയ്തു. IO എക്സെപ്ഷൻ ത്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർ ദ എക്സെപ്ഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ഒരു M എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നു. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? മെത്തേഡ് ഇറ്റ് കോൾസ് ദ മെത്തേഡ് ദാറ്റ് ത്രോസ് IO എക്സെപ്ഷൻ. IO എക്സെപ്ഷൻ ത്രോ ചെയ്യുന്ന മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നു. ഇവിടെ മെയിൻ മെത്തേഡ് എന്ത് ചെയ്തു? ഇവിടെ മെയിൻ, അതായത് void main method also it throws IO exception, means it doesn't handle the exception itself. അതായിട്ട് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യല്ല, അത് ആർക്ക് കൊടുത്തു? ഇറ്റ് പാസസ് ദ റെസ്പോൺസിബിലിറ്റീസ് ടു ദ JVM. അതായത് സ്വയം അത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയല്ല, അത് JVM നമ്മുടെ ജാവ വെർച്വൽ മെഷീൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് മാറ്റിയെടുക്കുകയാണ്. കാരണം ഈ IO എക്സെപ്ഷനൊക്കെ പറയുന്നത് JVMൻ്റെ അകത്ത്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരുന്ന ഒരു എക്സെപ്ഷനാണ്. അത് JVMനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സെപ്ഷൻ നമ്മൾ ത്രോ ചെയ്യുന്നത് ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? JVMൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട്. സോ ഇപ്പോൾ ഒരു m.method എന്ന് അത് കോൾ ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി എക്സെപ്ഷനെ ത്രോ ചെയ്യും. കാരണം അതൊരിക്കലും അവിടെ കോട്ട് ചെയ്യുന്നില്ല. കാരണം പ്രോഗ്രാം എന്ത് ചെയ്യും? ഇവിടെയും അബ്നോർമലി ആയിട്ട് ടെർമിനേറ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രൈ ക്യാച്ച് ഒന്നും ഇല്ല. സോ
അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയേണ്ടത്. നമ്മുടെ എക്സെപ്ഷൻ എന്തായാലും ത്രോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡോട്ട് മെത്തേഡിൽ നിന്നും. എന്നിട്ട് അത് നേരെ എന്ത് ചെയ്യും, ഒരു ഡിവൈസ് എററായിട്ട് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ നോർമൽ ഫ്ലോ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാരണം എക്സിക്യൂഷൻ എന്ത് ചെയ്യും, ഡിസറപ്റ്റ്സ് ദ ഫ്ലോ. കാരണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ ആരും അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നോക്കിക്കേ. അത് പറഞ്ഞത് ഇതിൻ്റെ ഔട്ട്പുട്ട് നത്തിങ് വിൽ ഡിസ്പ്ലേ. കാരണം ഇവിടെ നമുക്ക് ഡിവൈസ് എറർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഔട്ട്പുട്ടും അതാ. ഡിവൈസ് എറർ എങ്ങനെയാണ്, ജാവ ഇവിടെ ഏത് എക്സെപ്ഷനാണ് ത്രൂ ചെയ്ത IO എക്സെപ്ഷൻ. അപ്പം IO എക്സെപ്ഷൻ എന്നുള്ളത് ഇവിടെ കാണിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കസ്റ്റം മെസ്സേജ് ഡിവൈസ് എററും പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഈ നോർമൽ ഫ്ലോ എന്നൊന്നും പ്രിൻ്റ് ചെയ്യത്തില്ല. കാരണം അവിടെ എന്താണ്, ഇതില്ല, ഒരു ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇതില്ല. ഓക്കെ, ദിസ് ഇസ് ത്രോസ് കീവേഡ്. സോ ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ത്രോ ആൻഡ് എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനെ എക്സ്പ്ലിസിറ്റ്ലി ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ത്രോസ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ത്രോയിൻ്റെ അകത്ത് ചെക്ക്ഡ് എക്സെപ്ഷൻ കനോട്ട് ബി പ്രൊപ്പഗേറ്റഡ്. ചെക്ക്ഡ് എക്സെപ്ഷൻ നമുക്ക് ത്രോ കീവേഡ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ത്രോസ് വെച്ചിട്ട് ചെക്ക്ഡ് എക്സെപ്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ത്രോ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ് ഫോളോഡ് ബൈ ഇൻസ്റ്റൻസ്. ത്രോസ് ഇസ് ഫോളോഡ് ബൈ ക്ലാസ്. ഓക്കെ, ത്രോയിൻ്റെ അകത്ത് ഒരു ഇൻസ്റ്റൻസ് ആണ്, പക്ഷേ ത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ ക്ലാസ്. പിന്നെ ത്രോ നമ്മൾ യൂസ് ചെയ്യുന്ന വിത്തിൻ ദ കീ ഒരു മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോസും ഈസ് യൂസ്ഡ് വിത്തിൻ ദ മെത്തേഡ് സിഗ്നേച്ചർ തന്നെയാണ്. നമുക്ക് മൾട്ടിപ്പിൾ എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ പറ്റില്ല യൂസിങ് ദ കീവേഡ് ത്രോ. പക്ഷേ നമുക്ക് മൾട്ടിപ്പിൾ എക്സെപ്ഷൻസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദ കീവേഡ് ത്രോസ്. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോക്കി വയ്ക്കുക. ജസ്റ്റ് ത്രോ എന്താണെന്ന് അറിയുക, അതിൻ്റെ എക്സാമ്പിൾസും അറിയുക, പിന്നെ ഈ ഡിഫറൻസും നോക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.